നമസ്കാരം. സാധാരണഗതിയിൽ പ്രകൃതി ചികിത്സയിൽ വരുന്ന ആൾക്കാർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, അവിടെ പട്ടിണിയല്ലേ, അല്ലെങ്കിൽ അവിടെ പച്ചക്കറി മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലേറ്റ് എങ്ങനെ നമുക്ക് നിർമ്മിക്കാമെന്നുള്ളതാണ്. അന്നേരം ഈ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റിൽ നമുക്ക് 4 ഈ പ്ലേറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പോർഷൻ എന്ന് പറയുന്നത് 4 ഭാഗം എന്ന് പറയുന്നത് അന്നജമാണ്. ഇവിടെ നമ്മൾ മില്ലറ്റാണ് അന്നജത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിന് കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. നമ്മൾ ഇതിൽ ചെറുപയർ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, മുളപ്പിച്ച ചെറുപയറാണ് കൊടുത്തിരിക്കുന്നത്, തേങ്ങ ചേർത്തിട്ടുള്ളത്. അന്നേരം അത് പ്രോട്ടീൻ്റെ സോഴ്സായി. ഇനി ബാക്കി 50%, അതായത് ബാക്കി 4 ഭാഗം അല്ലെങ്കിൽ 4 ഭാഗം നമ്മൾ വെജിറ്റബിൾസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വെജിറ്റബിൾസ് നമുക്ക് ധാരാളം ഫൈബർ തരുന്നു. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ മില്ലറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. അത് കോഡോ എന്ന് പറഞ്ഞൊരു മില്ലറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് പ്രശ്നങ്ങൾ വരുന്നത് മെറ്റബോളിക് സിൻഡ്രോം, അല്ലെങ്കിൽ ഒബീസിറ്റി, അല്ലെങ്കിൽ ഡയബറ്റീസ്, അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ഡിസീസസ്, അല്ലെങ്കിൽ PCOD, അങ്ങനെയുള്ള അസുഖങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അത് പലപ്പോഴും ഷുഗറിൻ്റെ ആധിക്യം, അതായത് ഒരുപാട് ഷുഗർ കൺസ്യൂം ചെയ്യുന്ന, ഒരുപാട് റൈസ് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്നൊരു കണ്ടീഷനാണ്. അന്നേരം അതിനെ പ്രതിരോധിക്കാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ചികിത്സിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ അന്നജം കുറവുള്ളതും അതുപോലെ തന്നെ പ്രോട്ടീൻ കൂടുതലുള്ളതും നാരുകൾ കൂടുതലുള്ളതുമായ ഒരു ഗ്രെയിൻ അല്ലെങ്കിൽ ഒരു ധാന്യത്തിൻ്റെ ഓപ്ഷനാണ് നമുക്ക് കോഡോ മില്ലറ്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ്, നമ്മൾ പ്രോട്ടീൻ. നമ്മുടെ ബോഡിയുടെ ഡെവലപ്മെൻറ്റിനും മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റിനും ഒക്കെ പ്രോട്ടീൻ അത്യാവശ്യമാണ്. സാധാരണഗതിയിൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ആൾക്കാരിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും സാർക്കോപീനിയ എന്ന് പറഞ്ഞ് ഉള്ളൊരു കണ്ടീഷനുണ്ട്. അതായത് മസിൽസ് വല്ലാതെ പ്രായമാകുന്നതിനനുസരിച്ച് മസിൽസ് കുറഞ്ഞു പോകുന്ന അവസ്ഥ. അന്നേരം അങ്ങനെ മസിൽസ് കുറഞ്ഞു പോകാതിരിക്കണമെങ്കിൽ, തടി ചിലപ്പം സെയിം ആയിരിക്കാം, പക്ഷേ മസിൽസിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നുണ്ടാകാം. അന്നേരം അങ്ങനെ വരാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഓരോ മീലിലും നമുക്ക് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യണം. അന്നേരം ഒരു കറക്റ്റായിട്ടുള്ളൊരു പ്രോട്ടീൻ എന്ന് പറയുന്നത് 1 കിലോഗ്രാം ബോഡി വെയ്റ്റിന് ഒരു 1.5 ഗ്രാം പ്രോട്ടീൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ കഴിക്കേണ്ടത്. അന്നേരം നമ്മളിവിടെ വെജിറ്റേറിയൻ സോഴ്സസാണ്, ഇത് ഹോസ്പിറ്റലായതുകൊണ്ട് നമ്മൾ വെജിറ്റേറിയൻ സോഴ്സാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പോർഷനിൽ നമുക്ക് ബീഫോ ചിക്കനോ ഫിഷോ ബാക്കി എന്ത് നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി ബാക്കിയുള്ള 4-ൽ 2 ഭാഗം നമ്മൾ വെജിറ്റബിൾസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് ഫൈബർ ഉള്ളതും അതേപോലെ തന്നെ ബാക്കിയുള്ള ആൻറ്റി ഓക്സിഡൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുമായിട്ടുള്ള ഒരു ഫൈബർ കണ്ടൻറ്റുള്ള വെജിറ്റബിൾസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റോ സാലഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ചട്നി, അതായത് നമുക്ക് കോക്കനട്ട് കൊണ്ടുള്ള ചട്നി ഉണ്ട്. അതായത് ഫാറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നമ്മളുടെ ഹോർമോണുകളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫാറ്റ് കൊണ്ടാണ്. അന്നേരം ആ ഫാറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല, കേരളത്തിലെ സാഹചര്യത്തിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് തേങ്ങയാണ്. അന്നേരം നമുക്ക് തേങ്ങ കൊണ്ടുള്ള ഒരു ചട്നി ഉണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു നെല്ലിക്ക ജ്യൂസും ഉണ്ട്. സോ ഇങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിച്ചുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻസുലിൻ സ്പൈക്സ് അല്ലെങ്കിൽ ഷുഗർ സ്പൈസുകൾ നമുക്ക് ഉണ്ടാകാതെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും.